അമിതമായ കറണ്ട് ബില്ലാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ ഈ ഒരൊറ്റ പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് 30% വരെ കുറക്കാൻ പറ്റും. ഇങ്ങനെ ഒരു പരസ്യം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് പലരും യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇത് എന്ത് തരത്തിലുള്ള ഉപകരണമാണ്? ഈ ഉപകരണം യൂസ് ചെയ്താൽ 30% വരെ വൈദ്യുതി ലാഭിക്കാൻ സാധിക്കുമോ? ഇവയുടെ സാങ്കേതിക വശങ്ങൾ എന്തൊക്കെയാണ്? ഇവയൊക്കെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ. ആദ്യമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത് നിർമ്മാതാക്കളുടെ പക്കലുണ്ടായിരുന്ന ഒരു ടെസ്റ്റ് റിപ്പോർട്ടും അതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ട്. ആദ്യമായിട്ട് വരുന്നത് DS25 എന്നൊരു പ്രോഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് DS25 എന്നൊരു കാറ്റഗറിയിൽപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ തൊട്ട് താഴത്ത് വരുന്നത് DS25 ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കറണ്ട് റേറ്റിംഗും അതുപോലെ തന്നെ DS25 ഉപയോഗിക്കാതെ ഉള്ള കറണ്ട് റേറ്റിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 25% ഇലക്ട്രിസിറ്റി ഈ എക്യുപ്മെന്റിന്റെ ഉപയോഗം കൊണ്ട് ലാഭിക്കാൻ സാധിച്ചു എന്നാണ് അവർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ടെസ്റ്റ് റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് DS20 അല്ലെങ്കിൽ DS25 എന്നുള്ള പ്രോഡക്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റുകളെല്ലാം കോമൺ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് കപ്പാസിറ്റർ ബേസ്ഡ് ആയിട്ടുള്ള പവർ ഫാക്ടർ കറക്ടറുകളായിട്ടാണ്. എന്താണ് പവർ ഫാക്ടർ കറക്ടർ സർക്യൂട്ട്? ഇത് യഥാർത്ഥത്തിൽ വൈദ്യുതി ലാഭിക്കാൻ നമ്മളെ സഹായിക്കുമോ? നമുക്ക് നോക്കാം. ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിയെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വേവ് ഫോം ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു വേവ് ഫോമിന് നമ്മൾ 230 വോൾട്ട് അല്ലെങ്കിൽ 50 ഹെർട്സ് എന്നുള്ള രീതിയിലായിരിക്കും റേറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വേവ് ഫോമിൽ വോൾട്ടേജ് V എന്നും അതുപോലെ തന്നെ കറണ്ടിനെ ആംബിയറിനെ നമ്മൾ I എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഈ കാണുന്ന ചിത്രത്തിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണെന്ന് പറയാം. അതായത് ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്, ഒരേ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊരു വീട്ടുപകരണവും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലായിരിക്കണം. അതിന് നമ്മൾ പവർ ഫാക്ടർ 1 അല്ലെങ്കിൽ യൂണിറ്റി എന്നാണ് സാധാരണയായിട്ട് പറയുന്നത്. എന്നാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാന്, മിക്സി, ഫ്ലൂറസെന്റ് ലാമ്പുകൾ, മോട്ടറുകൾ, പമ്പ് സെറ്റുകൾ, ഇങ്ങനെ കോയിൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ചില പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ചില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പവർ ഫാക്ടർ കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. കോയിൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളെ നമ്മൾ ഇൻഡക്റ്റീവ് ലോഡ് എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏത് ഉപകരണവും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലായിരിക്കണം എന്നുള്ളത്. ഏത് ഉപകരണം ആയിക്കോട്ടെ, ഇൻഡക്റ്റീവ് ലോഡുകളാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജിനെ അപേക്ഷിച്ച് കറണ്ട് ലാഗ് ചെയ്ത് വരും. ഈ വേവ് ഫോം നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇങ്ങനെ ലാഗ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ പവർ ഫാക്ടർ ലോ പവർ ഫാക്ടർ എന്ന് നമ്മൾ പറയുന്നത്. ഒരു ലോ പവർ ഫാക്ടർ സർക്യൂട്ട് എങ്ങനെ കറണ്ട് ബില്ലിനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 HP മോട്ടർ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും എക്യുപ്മെന്റോ അല്ലെങ്കിൽ ഏതൊരു പമ്പോ നമ്മൾ എടുക്കുക. അതിന്റെ പവർ ഫാക്ടർ 0.6 ആണ് നമ്മൾ കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഉപകരണം 6 ആംസ് കറണ്ട് നമ്മൾ ഡ്രോ ചെയ്യേണ്ട സമയത്ത് 10 ആംസ് കറണ്ട് അത് ഡ്രോ ചെയ്യും അല്ലെങ്കിൽ അത് ഉപയോഗിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു മെഷീന്റെ എഫിഷ്യൻസി ചേഞ്ച് ആയെന്ന് നമുക്ക് മനസ്സിലാകും. കപ്പാസിറ്റീവ് സർക്യൂട്ടുകളിൽ കറണ്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കപ്പാസിറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പവർ ഫാക്ടർ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു കറണ്ട് ലാഗിന്റെ ആ വേവ് ഫോമിനെ നമ്മൾ വോൾട്ടേജിന്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു വേവ് ഫോമിന് ഒപ്പം എത്തിക്കാനോ സഹായിക്കും. എഫിഷ്യന്റ് ആയിട്ട് ഒരു ഉപകരണം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ പവർ ഫാക്ടർ ഒന്നെന്ന് നമുക്ക് പറയാൻ പറ്റണം. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള കപ്പാസിറ്റീവ് പവർ ഫാക്ടർ സർക്യൂട്ടുകൾ ലഭ്യമാണ്. ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ ഡിറ്റക്ഷൻ ഉള്ള സർക്യൂട്ടുള്ള ഒരു പവർ ഫാക്ടർ കറക്ടർ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാത്തൊരു സർക്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ പവർ ഫാക്ടർ കറക്ടറുകൾ നമുക്കൊരു വില്ലനായിട്ട് മാറും. എന്തെങ്കിലും കാരണവശാൽ APFC സർക്യൂട്ട് വർക്ക് ചെയ്ത് വന്നാലോ അല്ലെങ്കിൽ അതില്ലാത്തതോ ആയ ഒരു പവർ ഫാക്ടർ കറക്ടറാണ് നമ്മൾ വീടുകളിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ല് കുറയുന്നതിന് പകരം കറണ്ട് ബില്ല് ഇരട്ടിക്കാനാണ് സാധ്യത. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററുകളുടെ പ്രോപ്പർട്ടി ഇൻഡക്റ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് രണ്ടായാലും ഇൻഎഫിഷ്യൻസി ആണ് ഒരു സർക്യൂട്ടിൽ ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണവും. എന്ത് തന്നെയായാലും ഇൻഡക്റ്റീവ് ലോഡുകളായിട്ടുള്ള ഫാന്, മിക്സി, മോട്ടറുകൾ, പമ്പ് സെറ്റുകൾ, ഫ്ലൂറസെന്റ് ലാബ്സ്, ഇങ്ങനെയുള്ള എക്യുപ്മെന്റുകൾ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന വീടുകളിൽ മാത്രം നമ്മൾ കപ്പാസിറ്റീവ് പവർ ഫാക്ടർ സർക്യൂട്ടുകൾ വാങ്ങി യൂസ് ചെയ്യുക. അല്ലാത്ത വീടുകളിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ചാർജ് കൂടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.